ഒന്നര പതിറ്റാണ്ട് നീണ്ട തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണത്തിന് വിരാമം കുറിച്ചാണ് ബംഗാളിൽ BJP അധികാരത്തിലേക്ക് വന്നത്. 283 അംഗ നിയമസഭയിൽ 206 സീറ്റാണ് BJP നേടിയത്. വലിയ വിജയമാണ് BJPക്ക് ബംഗാളിൽ ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ബംഗാളിൽ നടക്കുന്ന കാര്യം ജനാധിപത്യത്തിന്റെ ദംശനമാണ്, അല്ലെങ്കിൽ ബംഗാൾ അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാളിൽ പരിപൂർണമായി അക്രമം നടക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ഓഫീസുകൾ അടിച്ചു തകർക്കുന്നു. അവിടെ ചില പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ ഈ ആക്രമണത്തെ തള്ളിപ്പറയുമ്പോഴും ഒരു കാര്യം നമുക്ക് പറയണം. ന്യൂട്ടൺസ് തേർഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എവരി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. കാരണം 2011 മമതാ ബാനർജി അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ വ്യാപകമായി കോൺഗ്രസ് ഓഫീസുകൾ, CPM ഓഫീസുകൾ, BJP ഓഫീസുകൾ തകർത്തിട്ടുണ്ട്. ഇപ്പോൾ ഭരണം കിട്ടിയതിനു ശേഷം BJPക്കാർ തിരിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസ് ആക്രമിക്കുന്ന ഒരു കാഴ്ച. അവിടെ 6 മനുഷ്യജീവനുകളാണ് ഈ നിമിഷം വരെ പൊലിഞ്ഞു വീണത്. തൃണമൂൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഏകദേശം തീരുമാനമായ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാനിരിക്കുന്ന സുവേന്ദു അധികാരിയുടെ PA ഇന്നലെ രാത്രി വെടിവെച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം. തൃണമൂലിൽ ക്രമസമാധാനം പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, അതിശയിപ്പിക്കുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. ഈ അധികാരം നഷ്ടപ്പെട്ട മമതാ ബാനർജി പറയുന്നു, ഞാൻ രാജിവെക്കില്ല, എനിക്ക് തന്നെയാണ് ഇപ്പോഴും ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിനെ കൊഞ്ഞന കുത്തുകയാണ്. വോട്ട് ചോരി എന്ന ആരോപണമൊക്കെ ഉയർത്താം നമുക്ക്. രാഹുൽ ഗാന്ധി അത് ഉയർത്തിയിട്ടുണ്ട്, നിരവധി സംസ്ഥാനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ബംഗാളിലെ സ്ഥിതിവിശേഷം അവിടെ ഏറെക്കുറെ സുതാര്യമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടന്നത് എന്ന് തന്നെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ബംഗാൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ, അതായത് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി ആയാലും CPM നേതാക്കന്മാരായാലും അത്തരത്തിൽ ആണ് അവർ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ മമത പറയുന്നു ഇവിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു, മമതയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടതിന്റെ ഭ്രാന്താണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മമതാ ബാനർജി ഒരു ഏകാധിപതിയാണ്. മമതാ ബാനർജിയുടെ ശത്രുവാണ് കോൺഗ്രസ്, മമതാ ബാനർജിയുടെ ശത്രുവാണ് CPM, മമതാ ബാനർജിയുടെ ശത്രുവാണ് BJP. എല്ലാവരെയും ശത്രുതയിൽ കണ്ട് ഞാൻ മാത്രമാണ് ശരി, ഞാൻ മാത്രമാണ് എല്ലാം എന്നൊരു അഹങ്കാരവും അഹംഭാവവും മമതാ ബാനർജി, ഞാൻ അല്ലാതെ മറ്റാരെന്ന നിലപാടായിരുന്നു മമതാ ബാനർജി സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് മമതാ ബാനർജി അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവിടെ CPM-നോട് പടപൊരുതി കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനൊക്കെ നേതൃത്വം നൽകിയ സുവേന്ദു അധികാരി മമതാ ബാനർജിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞാണ് അദ്ദേഹം BJP-യിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് BJP അവിടെ അധികാരത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം രാഷ്ട്രീയ ചാണക്യനായിരുന്നു. മമതയെ അധികാരത്തിലെത്തിച്ച ചാണക്യ ബുദ്ധിയെ BJP അവരുടെ പാളയത്തിലേക്ക് എത്തിച്ച് അദ്ദേഹത്തെ അവിടെ BJP ഭരിക്കുന്ന അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുകയാണ്. മമതാ ബാനർജിയുടെ ഏകാധിപത്യത്തിനേറ്റ തിരിച്ചടിയാണ്. പക്ഷെ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്താണ്. ബംഗാളിൽ കലാപം അഴിച്ചുവിടുകയാണ് BJP. അവർക്ക് അടി കിട്ടിയതെല്ലാം അവർ തിരിച്ചടിക്കുകയാണെന്നാണ് BJP നേതാക്കന്മാർ പറയുന്നത്. മമതാ ബാനർജിയുടെ കാലത്ത് കോൺഗ്രസ് ഓഫീസുകൾ തുറക്കാനായിരിക്കില്ല, അവിടെ കോൺഗ്രസ് ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കുന്നു, CPM ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കുന്നു, BJP ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കുന്നു. എന്തിനേറെ മമതാ ബാനർജിയുടെ ഭരണകാലത്ത് അടച്ചുപൂട്ടിയ ക്ഷേത്രങ്ങളിൽ വീണ്ടും പൂജ പുനരാരംഭിച്ച ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിയും. അവിടെ BJPക്കാർ അഴിഞ്ഞാടുന്നു. ഒരു ഭാഗത്ത് മമതയുടെ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു, മറുഭാഗത്ത് BJP ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു. യഥാർത്ഥത്തിൽ മമതയ്ക്ക് ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം ബംഗാൾ അരാജകത്വത്തിലേക്ക് നീങ്ങി നമുക്ക് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായും ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ മമത എന്ന് പറയുന്നത് ഒരു ഏകാധിപതിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മമത വിജയിച്ച് മമത അധികാരത്തിലിരുന്നപ്പോൾ എന്തൊക്കെ നെറുകേട് കാണിക്കാമോ, എതിർ പാർട്ടിക്കാരോട് അല്ലെങ്കിൽ എതിർ മുന്നണിയിലുള്ളവരോടൊന്നും യാതൊരു മര്യാദയും കാണിച്ചില്ല. പ്രതിപക്ഷ ബഹുമാനം പോലും കാണിക്കാതെ തന്നെയാണ് മമത ഒരു ഏകാധിപതിയെ മുന്നോട്ട് പോയത്. പക്ഷെ എനിക്ക് ഇതിനകത്തൊരു വിയോജിപ്പുള്ളത്, മമത ഇത്രത്തോളം അക്രമം അഴിച്ചുവിട്ടു. ഇനി BJP അധികാരത്തിൽ വരുമ്പോൾ അതേ ലൈനാണ് BJP തുടരേണ്ടത് എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഒരിക്കലും BJP എന്നല്ല, ഇപ്പൊ അവിടെ CPM ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും മമത ചെയ്തതിന്റെ പകരം വീട്ടുക ആയിരുന്നില്ല ചെയ്തത്. അവിടുത്തെ ജനങ്ങളോട് കാണിക്കേണ്ട, അല്ലെങ്കിൽ വോട്ടിട്ട ജനങ്ങളോട് കാണിക്കേണ്ട നന്ദി, അല്ലെങ്കിൽ അവരോട് കാണിക്കേണ്ട കടമ എന്ന് പറയുന്നത് മമത ചെയ്തതുപോലെ അക്രമം അഴിച്ചുവിട്ടിട്ടായിരുന്നില്ല. ഈ ഒരു ജീവൻ പൊലിഞ്ഞാലും അത് ശരിയായ രീതിയിൽ, അത് BJP-യുടെ തെറ്റുകൊണ്ട്, അല്ലെങ്കിൽ BJP ആകട്ടെ തൃണമൂൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വന്നതട്ടെ, ആരക്രമം അഴിച്ചുവിട്ടാലും ഒരു ജീവനം എടുക്കുന്നത് ശരിയായിട്ടുള്ള നിലപാടല്ല. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞതാണ്, മമത എന്ന ഏകാധിപതി വീഴുമ്പോൾ അവിടെ വിജയിക്കുന്നത് BJP ആണെങ്കിൽ അവിടെയും വീണ്ടും തുടരാൻ പോകുന്നത് ഏകാധിപത്യ ഭരണം തന്നെയായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇത്ര ദിവസത്തിനകം ഇത്രയും അക്രമങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇനി ഒരിക്കലും ജനാധിപത്യം ബംഗാളിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി. മമത വീണു, BJP യുടെ അധികാരത്തിലെത്തുമ്പോൾ അവിടെ ഇനി ജനാധിപത്യം ഉണ്ടാകില്ല. ഇനി വർഗീയ ശക്തികൾ കൂടി ബംഗാൾ കൈയടക്കി എന്ന് പറയേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. 6 മരണങ്ങൾ സംഭവിക്കുന്നു. ഇനിയും മരണങ്ങളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി, അത് ഏത് പാർട്ടിക്ക് വേണ്ടി ആകട്ടെ, ഏത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരായാലും അവരെല്ലാം ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് യോജിക്കാൻ, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. മമത ആയിരുന്നപ്പോൾ, തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിന്റെയും CPM-ന്റെയും BJP-യുടെ ഓഫീസുകൾ തല്ലി തകർത്തിട്ടുണ്ട്, അവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടില്ല. BJP-ക്ക് മര്യാദയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ BJP അധികാരത്തിലേറുമ്പോൾ ചെയ്യേണ്ടത് അക്രമമായിരുന്നില്ല. CPM-നും
കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുക. അതാണ് രാഷ്ട്രീയ മര്യാദ. അപ്പൊ ആ മര്യാദ പോലും ഇല്ല ബംഗാളിൽ. ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് ബംഗാൾ മമതയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ബംഗാളിനെ മമത നശിപ്പിച്ചു. ആ മമതയെ ബംഗാൾ ഉപേക്ഷിച്ച് BJP സ്വീകരിക്കുമ്പോൾ BJP ബംഗാളുകാരോട് ഒരു തരത്തിലുള്ള നന്ദിയും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കടമയും നിർവഹിക്കാൻ പോകുന്നില്ല. മമത ഭരിച്ചതിനേക്കാൾ ചിലപ്പോൾ വലിയ, അല്ലെങ്കിൽ മമത ഭരിച്ച് നശിപ്പിച്ചതിനേക്കാൾ വലിയ രീതിയിൽ ബംഗാൾ തകരാനാണ് സാധ്യത. തീർച്ചയായും ബംഗാളിലെ ജനങ്ങൾ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീണ അവസ്ഥയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BJP അവിടുത്തെ ക്രമസമാധാനം കയ്യിലെടുത്തിരിക്കുന്നു. അവിടുത്തെ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഭരണത്തിന്റെ ഹുങ്കിൽ, അല്ലെങ്കിൽ ഭരണം ലഭിച്ചതിന്റെ ഹുങ്കിൽ BJPയുടെ ക്രിമിനലുകൾ ബംഗാൾ അടക്കി വാഴുകയാണ്. തെരുവീതികളിൽ യുദ്ധക്കളമായി മാറുന്ന ഒരു കാഴ്ച. പക്ഷേ അവിടെ BJP അവിടെ സംഘർഷം അഴിച്ചുവിടാതെ മമത ചെയ്തതിന് വിപരീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ കയ്യടി അർഹിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ BJPക്കാർ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ ഞങ്ങൾ തിരിച്ചു കൊടുക്കും. അതാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നതെന്നാണ്. കാരണം മമതാ ബാനർജിയുടെ ഗുണ്ടകൾ ബംഗാളിൽ അഴിഞ്ഞാടിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് മാത്രമല്ല, ഭരണം അതിന്റെ 3ാം ടേമിലേക്ക് എത്തിയപ്പോൾ മമതാ ബാനർജി മന്ത്രിമാരെ പോലും നോക്കുകുത്തികളാക്കിയാണ് അവിടെ ഭരിച്ചത്. വിവിധ വകുപ്പുകൾക്ക് മന്ത്രിമാരുണ്ടെങ്കിൽ എല്ലാ വകുപ്പും കൈകാര്യം ചെയ്ത മമതയാണ്. കഴിഞ്ഞ മമതാ ബാനർജിയുടെ മന്ത്രിസഭയിലെ സ്പോർട്സിന്റെ സഹമന്ത്രിയായിരുന്ന മനോജ് തിവാരി എന്ന് പറയുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹത്തിന് ഇത്തവണ മത്സരിക്കണമെങ്കിൽ 5 കോടി രൂപയാണ് മമതാ ബാനർജി ആവശ്യപ്പെട്ടത്. അതായത് ബംഗാളിലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു MLA ആയി നിയമസഭയിലേക്ക് എത്തി അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മികച്ച രൂപത്തിൽ കളിച്ചു നിൽക്കുമ്പോഴാണ് മമത അദ്ദേഹത്തെ മനോജ് തിവാരിയെ പിടിച്ച് MLA ആക്കുന്നത്. അദ്ദേഹം സ്പോർട്സിന്റെ സഹമന്ത്രിയായി. അദ്ദേഹം പറഞ്ഞത് തന്റെ മണ്ഡലത്തിൽ ഒരു വികസനം നടത്താൻ മമതാ ബാനർജി അനുവദിക്കില്ല. താൻ ഒരു ഓവുചാൽ ഉണ്ടാക്കണം, ഒരു ഡ്രൈനേജ് ഉണ്ടാക്കണം, വിവിധ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട സാഹചര്യമായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് എന്റെ നാട്ടിൽ വികസനം കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇത്തവണ മത്സരിക്കണമെങ്കിൽ 5 കോടി രൂപ മമതാ ബാനർജിയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടതെന്നാണ് മനോജ് തിവാരി പറയുന്നത്. അദ്ദേഹം BJPയിൽ പോയിട്ടില്ല, അദ്ദേഹം മറ്റൊരു പാർട്ടിയിലും പോയിട്ടില്ല, കോൺഗ്രസ് ചേർന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്നു എനിക്ക് പറ്റിയ ഏറ്റവും വലിയ വിഡിത്തമാണ് മമതാ ബാനർജിയുടെ പാർട്ടിയിൽ അംഗത്വമെടുത്ത് അതിൽ മത്സരിച്ച് മന്ത്രിയായത് എന്നാണ് മനോജ് തിവാരി പറയുന്നത്. ഇത്തരത്തിൽ സമഗ്ര മേഖലയിലും അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റി മമതാ ബാനർജിയുടെ മുഖമുദ്ര ഉണ്ടാക്കിയത് BJP എതിർക്കുന്ന ഏക മുഖ്യമന്ത്രി ഞാനാണ്. വേഗാധിപതിയെ പോലെ BJP എതിർക്കാൻ, വേഗാധിപതിയായ നരേന്ദ്രമോദിയെ എതിർക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ മമതയ്ക്ക് കഴിഞ്ഞു. അതിലവർ വിജയിച്ചു എന്നത് തീർച്ചയായും കേന്ദ്രം ഭരിക്കുന്ന ഏകാധിപതിയാണ് നരേന്ദ്രമോദി എങ്കിൽ ബംഗാൾ ഭരിച്ചിരുന്ന ഏകാധിപതിയാണ് മമതാ ബാനർജി എന്ന കാര്യത്തിൽ തർക്കമില്ല. എതിർ രാഷ്ട്രീയ പാർട്ടികളെ കയ്യൂക്കുകൊണ്ട് നേരിടുന്ന മമതാ ബാനർജിക്ക് കൊടുത്ത ജനാധിപത്യ രൂപത്തിൽ വോട്ടർമാർ കൊടുത്ത തിരിച്ചടി തന്നെയാണ് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പരാജയം. ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ മമതാ ബാനർജി തയ്യാറായില്ലെങ്കിൽ അവർക്കുള്ള തിരിച്ചടി വീണ്ടും വീണ്ടും ലഭിക്കും. തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി അപ്രസക്തമാകും. മമതയ്ക്ക് കൊടുത്ത അതേ തിരിച്ചടി BJP കൊടുക്കാനും ബംഗാളിലെ ജനങ്ങൾക്കറിയാം. ആദ്യം ബംഗാളിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച CPM-ന് അവർ തിരിച്ചടി നൽകി. ഇപ്പോൾ മമതാ ബാനർജിക്ക് തിരിച്ചടി കൊടുക്കുകയും ഇതെങ്ങനെ പോവുകയാണെങ്കിൽ BJPക്കും അതേ ജനങ്ങൾ, ഇതേ വോട്ട് ചെയ്ത ജനങ്ങൾ തിരിച്ചു കുത്താനും അവർക്ക് അറിയാം എന്ന് തന്നെയാണ് ബംഗാൾ നൽകുന്ന ഒരു പാഠം.